ഇന്ന് നമ്മൾ പൊന്മുടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ആദ്യം ഒരു ദിവസം പോയെങ്കിലും പക്ഷേ നമ്മളങ്ങ് ഹിൽ ടോപ്പിൽ എത്തിയില്ല, തിരിച്ചു വരേണ്ടി വന്നേ. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ നടക്കുന്നില്ല. ഇന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ഉള്ള ഫുഡും എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടുപേർക്കുള്ള ഫുഡല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിർത്തി അവിടുന്ന് ഒരു ഊണൂടെ മേടിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ കല്ലാറുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ നിർത്തിയത്. അപ്പോൾ അവരോട് ചോദിച്ചു നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും കഴിച്ചു, അവിടെ ഇരുന്ന് കഴിച്ചു, ഊണും മേടിച്ചു. അങ്ങനെ നമ്മളൊരു 12:45 കഴിഞ്ഞപ്പോൾ കല്ലാറിൽ നിന്നും വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം മഴ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിൽ ബാക്കി കാണാം. നമ്മളങ്ങനെ പൊന്മുടിയിലേക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കുന്ന വാഴവന്തോൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് പോകേണ്ടത്. ഞങ്ങൾ 3 പേര് ഉള്ളതുകൊണ്ട് 160 രൂപയാണ് ആയത്, വണ്ടിക്കും കൂടെ ചേർത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വളവ് കഴിഞ്ഞു. ഇനി 22 ഹെയർ പിൻ വളവുകളുണ്ട് പൊന്മുടിയിലേക്ക് എത്താൻ. ഏകദേശം പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആണ് എന്നാണ് കേട്ടത് പൊന്മുടിയിലൊക്കെ. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഈ കുരങ്ങൻകുട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു, നമ്മൾ കഴിക്കാൻ കൊണ്ടുപോയതൊന്നും കുറച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഒരാളെ കണ്ട് നമ്മൾ നിർത്തിയതാണ്, പക്ഷേ നമ്മൾ നിർത്തിയപ്പോഴത്തേക്കും 4 വശത്തൊന്നും എല്ലാവരും കൂടി വന്നിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു, കുഞ്ഞും വലുതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടോപ്പിലേക്ക് എത്തിയപ്പോൾ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മളെ ചെവി ക്ലോഗ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തായിരുന്നാലും നമ്മൾ ഹൈറ്റിലോട്ട് കയറുമ്പോഴത്തേക്കും ചെവി അടയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് 3 പേർക്കും അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിയോളം എത്തിക്കഴിഞ്ഞു. പകുതിയോളം എത്തിക്കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് ആൾതാമസമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയുള്ളൂ. അതുവരേക്കും നല്ല വലിയ വലിയ മരങ്ങളും കംപ്ലീറ്റ് കാടിൻ്റെ ഒരു ഭാഗത്തൂടെ ആയിരിക്കും നമ്മൾ വരുന്നത്. ഒരു പകുതി ഹെയർ പിൻ വളവുകൾ കഴിയുമ്പോഴായിരിക്കും കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലവും അവരിട്ടേക്കുന്ന കടകളും ഒക്കെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹെയർ പിൻ വളവിൽ അത്യാവശ്യം കുറച്ച് കടകളും ആളുകളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, പള്ളി കോവിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ്, ഈ ഏരിയയിലാണ് കുറച്ച് ആളുകളെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ടീ എസ്റ്റേറ്റ്, അതായത് തേയിലത്തോട്ടങ്ങൾ അധികമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് കയറുമ്പം തേയിലത്തോട്ടങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ തട്ടുകടയിലൊക്കെ വെച്ചേക്കുന്നത് നല്ല ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ്, ചായ, കോഫി, മാഗി നൂഡിൽസ് ഇതൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ്. പിന്നെ റിസോർട്ടുകളും ഉണ്ട്, പ്രൈവറ്റ് റിസോർട്ടും ഉണ്ട്, ഗവൺമെൻറ് KTDCയുടെ റിസോർട്ടും ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ അമ്മച്ചിമാരൊക്കെ കയ്യിൽ അവിടെ നിന്ന് നുള്ളിയ ഒറിജിനൽ തേയില നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ടാണ് അധികം കടകൾ ഓപ്പൺ ചെയ്ത് കാണാത്തത്.
അപ്പോൾ ഇനി വളരെ കുറച്ച് ഹെയർ പിൻ വളവുകൾ കൂടെ ഉള്ളു കേട്ടോ നമുക്ക് പൊന്മുടി ഹിൽ ടോപ്പിലേക്ക് എത്താൻ. നമ്മളിപ്പോൾ ഏകദേശം കുറേ റിസോർട്ടുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചെക്കിങ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, പിന്നെ നമ്മുടെ വണ്ടി നമ്പറൊക്കെ അവിടെ അവർ എഴുതി വെക്കും അവരുടെ ബുക്കിൽ. അതെന്തിനാണ് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ 6 മണിക്ക് ശേഷം അവിടെ നിന്ന് പൊന്മുടി ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങണമെന്നാണ്. പക്ഷേ അഥവാ അവിടെ ആരെങ്കിലും ഇറങ്ങാതെ ഉണ്ടെങ്കിൽ അവരുടെ വണ്ടി നമ്പർ കണ്ടുപിടിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഏത് വണ്ടി എൻട്രി ചെയ്തു, ഏത് വണ്ടി പുറത്തേക്ക് പോയില്ല എന്നൊക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ചെക്കിങ് കൂടി വെച്ചിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടും വീണ്ടും. ഇനി ബാക്കി കാണാം. ഇത് അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ, പൊന്മുടി പോലീസ് സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ളൊരു പോലീസ് സ്റ്റേഷനായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ പകർത്തിയത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ ടോപ്പിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തോ KCBയുടെയൊക്കെ വർക്ക് നടക്കുവാണ്. കാരണം ഇവിടെ ഒരു കാറ്റടിച്ചാൽ തന്നെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇലക്ട്രിക് ലൈനിനൊക്കെ കട്ടായിപ്പോവും. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ തണുപ്പ് അധികമായിട്ടുണ്ട്. എന്നാലും ഉച്ചയായതുകൊണ്ട് അതിൻ്റെ അത്രയും തണുപ്പൊന്നുമില്ല. നമ്മൾ വീഡിയോയിലേക്ക് വൈബ് കണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ എത്തുമ്പോൾ 1 മണി 1:30 അപ്പോൾ ഈ കിടക്കുന്നതാണ്. അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും ഭയങ്കരമായിട്ടുള്ള ചൂടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം.
അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ആ റോഡിൻ്റെ എൻഡിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനത്തെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ആ എൻഡിൽ. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇരിക്കുകയായിരുന്നു, കുറച്ച് വെയിലായിട്ട് തോന്നിയതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മൾ വന്നതിലും നമുക്ക് നഷ്ടമായില്ല. നമ്മൾ ഏത് വൈബാണോ ഉദ്ദേശിച്ചത് നമുക്ക് അവിടെ പോയപ്പോൾ കിട്ടി. അത് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് നല്ല മഴ വരാൻ തുടങ്ങി കേട്ടോ. അതാണ് നല്ല മൂടി കെട്ടി കറുത്ത് കിടക്കുന്നത് ആകാശമൊക്കെ. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ മഴ പെയ്ത് അങ്ങനെ നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വന്നു. ഇത് KTDCയുടെ കോഫി ഷോപ്പാണ്, സെൽഫ് സർവീസാണ്. അപ്പോൾ അവിടെ പാൽ ചായ ഒന്നുമില്ല, നല്ല കട്ടൻ ചായ, കട്ടൻ കോഫി, അത് കൂടാതെ ബ്രെഡ് ഓംലെറ്റ് ആണ് നമ്മൾ വാങ്ങിച്ചത്. കാരണം വൈകുന്നേരം ആവാറായതുകൊണ്ട് പിന്നെ അവിടെ ഭക്ഷണം അധികമൊന്നും ഇല്ല. പൂരി ആൻഡ് ബ്രെഡ് ഓംലെറ്റ് ഇത് രണ്ടുമാണുള്ളത്. അപ്പോൾ നമ്മൾ 3 കട്ടൻ ചായയും 2 ബ്രെഡ് ഓംലെറ്റും ആണ് വാങ്ങിച്ചത്. ഇക്കാക്ക് എന്തോ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ 2 വാങ്ങിച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ തേയില കട്ടൻ ചായ കുടിക്കാനിരുന്ന സമയത്ത് നന്നായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ശേഷമാണ് യഥാർത്ഥ ആ വൈബ് നമുക്ക് കിട്ടിയത്. കാരണം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തായത് കുറച്ച് നേരം ഇരുന്ന് കട്ടൻ ചായയും ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഒരു 3 മണി ടൈമൊക്കെ കഴിഞ്ഞു. ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു, ഈവനിങ് ടൈമിൽ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഡേ സ്റ്റെക്കേഷനൊക്കെ പോകുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് പൊന്മുടി. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആളുകളായിരിക്കും വെക്കേഷൻ ടൈമിൽ, അതുപോലെ വീക്കെൻഡ് ദിവസങ്ങളിൽ. അപ്പോൾ ഇത് KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെയാണ്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനും വാഷ്റൂം യൂസ് ചെയ്യാനൊക്കെ ഉള്ള. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് മുമ്പൊരിക്കൽ പോയപ്പോൾ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, കുഞ്ഞിലെ. പക്ഷേ ആ പാർക്കിലോട്ടാണ് നമ്മൾ നടന്ന് പോകുന്നത്. അവിടെ ആ പാർക്കിൻ്റെ രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഊഞ്ഞാലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും, മലകളൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, നന്നായിട്ട് മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നല്ലൊരു മഴ പെയ്തായിരുന്നേ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറി. അത്രയ്ക്ക് മഞ്ഞായിരുന്നു. വീഡിയോയിലൊക്കെ കണ്ടതിനേക്കാളും മേലെയായിരുന്നേ ആ മഞ്ഞിൻ്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത്. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോലും കാണാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ബാക്കി കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു ഷെഡിൽ കയറി ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് മഞ്ഞൊക്കെ മാറിയപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ആളുകളുള്ള സ്ഥലത്തേക്ക് പോയി. ഇപ്പോഴും മഞ്ഞൊന്നും മാറിയിട്ടില്ല. ഇനി നമ്മൾ പുല്ലൊന്നും ഇല്ലാത്തൊരു പാറയുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാനായിട്ട് പോകുന്നതാണ്. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴും നല്ല മഞ്ഞ് വരുന്നുണ്ടായിരുന്നേ. കണ്ടില്ലേ, ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ. ആ അടുത്ത് നിൽക്കുന്നവരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം.
അപ്പോൾ ബൈ. മണി 4 നമ്മളിനി വീട്ടിൽ പോകാൻ പോവുകയാണ്. വീണ്ടും മഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈ.